തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് ശേഷമുള്ള ആദ്യ UDF യോഗം ഇന്ന് കൊച്ചിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രധാന അജണ്ട. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും വേഗത്തിലാക്കാൻ നീക്കം. മുന്നണി വിപുലീകരണവും ചർച്ചയാകും. പ്രതിഷേധം കനത്തതോടെ വാളയാർ ആൾക്കൂട്ട ക്രൂരതയിൽ മരിച്ച റാം നാരായണന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ സർക്കാർ. റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് ബന്ധുക്കളെ കാണും. മോർച്ചറിക്ക് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചത് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതോടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. കസ്റ്റഡി അപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. സാമ്പത്തിക ഇടപാടുകൾ ഇഴകീറി പരിശോധിക്കാൻ അന്വേഷണ സംഘം. വയനാട് പുൽപ്പള്ളിയിലെ ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ്. കൂട്ടിൽ അകപ്പെട്ടില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കും. ദേവർഗത മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ അയ്യങ്കുന്നിൽ ഭീതി പടർത്തുന്ന കാട്ടാനയെ തുരത്താൻ ഊർജിത ശ്രമം. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 4 വാർഡുകളിൽ നിരോധനാജ്ഞ. ആശങ്കയിൽ പ്രദേശവാസികൾ. മയാമിയിലെ റഷ്യ യുക്രൈൻ സമാധാന ചർച്ച 2ാം ദിനത്തിലേക്ക്. പുടിന്റെ പ്രത്യേക ദൂതനുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപിന്റെ മരുമകൻ ജെറാർഡ് കുഷ്നർ. യുക്രൈൻ മുന്നോട്ട് വെച്ച ഭേദഗതികൾ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാക്കിയില്ല എന്ന് റഷ്യ. വെസ്റ്റ് ബാങ്കിൽ 19 ജൂത സെറ്റിൽമെന്റുകൾക്ക് കൂടി അനുമതി നൽകി ഇസ്രയേൽ. പുതിയ സെറ്റിൽമെന്റുകൾ പലസ്തീനികളെ ഒഴിപ്പിച്ച സ്ഥലത്ത്. 3 വർഷം കൊണ്ട് 70ഓളം പുതിയ സെറ്റിൽമെന്റുകൾ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിച്ചെന്ന് പീസ് നൗ ഏജൻസി. സ്പാനിഷ് ലീഗിൽ കുതിപ്പ് തുടർന്ന് ബാഴ്സലോണ വിയാറയലിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. പോയിന്റ് പട്ടികയിൽ റയലിനേക്കാൾ 4 പോയിന്റ് ലീഡ്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ച് ആസ്റ്റൺ വില്ല.